ഹരി ഓം. 24-ാമത്തെ സ്തുതി മഹാദേവൻ്റെ സംഘർഷണസ്തുതി. ഇത് ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധം 17-ാമത്തെ അധ്യായം 17 മുതൽ 24 വരെ ശ്ലോകങ്ങൾ. ഭാരതമാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കർമ്മഫലം തരുന്ന പ്രദേശം. മറ്റുള്ള നാടുകളെല്ലാം ദിവംഗതരായവരുടെ പുണ്യം അനുഭവിക്കാനുള്ള പ്രദേശങ്ങളാണ്. ജംബൂദ്വീപിൻ്റെ 9 ഖണ്ഡങ്ങളിലും ഭഗവാൻ ഹരി ഭക്തജനാനുഗ്രഹത്തിനായിട്ട് ആത്മരൂപത്തോടെ എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. എന്നാൽ ഇളാവൃതത്തിൽ ശിവൻ ഒരാളല്ലാതെ ആണായിട്ട് ആരും ഉണ്ടാവുകയില്ല. വേറെ ഏത് പുരുഷനും അവിടെ ചെന്നാൽ പാർവതി ശാപത്തിനാൽ പെണ്ണായിത്തീരും. ആ നീലകണ്ഠൻ വിഷ്ണുവിൻ്റെ തമോഗുണമൂർത്തിയായ സംഘർഷണനെ ശ്രേഷ്ഠമന്ത്രം ജപിച്ച് ഉപാസിക്കുന്നു. മഹാദേവൻ്റെ സ്തുതി കേൾക്കാം. ശ്രീ ഭഗവാനുവാച. ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണസംഖ്യാനായ അനന്തായ അവ്യക്തായ നമ ഇതി. ഭജേ ഭജന്യാരണപാദപങ്കജം ഭഗസ്യ കൃഷ്ണസ്യ പരംപരായണം ഭക്തേഷ്വലംഭാവിതഭൂതഭാവനം ഭവാപഹം ത്വാ ഭവഭാവമീശ്വരം നയസ്യ മായാഗുണചിത്തവൃത്തിഭിർനിരീക്ഷതോ ഹ്യന്വപി ദൃഷ്ടിരജ്യതേ. ഈശേ യഥാനോചിതമന്യുരംഹസാം കസ്തം ന മന്യേത ജിഗീഷുരാത്മന അസദൃശോയ പ്രതിഭാതി മായയാ ക്ഷീബേവ മധ്വാസവതാമ്രലോചന നനാഗവധ്വർഹണയീ ശിരീഹ്രിയാ യത്പാദയോ സ്പർശനദർശിതേന്ദ്രിയാ. യമാഹുരസ്യ സ്ഥിതിജന്മസംയമം ത്രിഭിർവിഹീനം യമനന്തർഷയാ ന വേദസിദ്ധാർത്ഥമിവ ക്വചിസ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രധാമസു. യസ്യാദ്യ ആസീത് ഗുണവിഗ്രഹോ മഹാൻ വിജ്ഞാനധിഷ്ണ്യോ ഭഗവാനജക്കില യൽസംഭവോഹം ത്രിവൃതാ സ്വതേജസ വൈകാരികം താമസമൈന്ദ്രിയം സൃജേ. യേതേ വയം യസ്യ വശേ മഹാത്മന സ്ഥിതാ ശകുന്താ ഇവ സൂത്രയന്ത്രിതാ മഹാനഹം വൈകൃതതാമസേന്ദ്രിയ സൃജാമ സർവേ യദനുഗ്രഹാദിദം. യന്നിർമ്മിതാം കർഹ്യപി കർമ്മപർവണി മായാം ജനോയം ഗുണസർഗമോഹിത ന വേദനിസ്താരണയോഗമഞ്ജസാ തസ്മൈ നമസ്തേ വിലയോദയാത്മനേ. ഓം നമോ മഹാപുരുഷ. സമസ്ത ഗുണപ്രകാശകനും അവ്യക്തനും അനന്തനുമായ ഭഗവാന് നമസ്കാരം. ഭജിക്കുന്നവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും നൽകുന്ന ദേവ, ഭക്തന്മാരുടെ സംസാരക്ലേശങ്ങളെ നശിപ്പിക്കുന്നവനും സർവർക്കും ശരണ്യമായ പാദപത്മത്തോടു കൂടിയവനും സർവനിയന്താവുമായ അങ്ങയെ ഞാൻ ഭജിക്കുന്നു. മായയെ ജയിക്കാൻ അശക്തരായ ഞങ്ങൾ അങ്ങയെ ഭജിക്കാതിരിക്കുന്നത് എങ്ങനെ? ഏതു ദേവൻ്റെ സഹസ്രം ശിരസ്സുകളിൽ അതിലൊന്നിൽ ഒരു കടുകുമണി പോലെ ഈ ഭൂമി പറ്റിയിരിക്കുന്നു. സംഘർഷണമൂർത്തിയായ ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. ആരുടെ ഗുണരൂപത്തിൽ നിന്നാണോ മഹത്തത്വമുണ്ടായത് അതിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു
ബ്രഹ്മാവിൽ നിന്ന് ഞാനുണ്ടായി. സൃഷ്ടാവ് തൊട്ട് സൃഷ്ട്യാദി സർവവും സാധിക്കുന്നത് ആരുടെ മാഹാത്മ്യം കൊണ്ടാണോ ആ ദേവന് നമസ്കാരം. ഈ ലോകസൃഷ്ടി സ്ഥിതിലയങ്ങൾക്ക് മൂലമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.